ഹലോ മക്കളെ, എല്ലാവർക്കും വിനുസ് മലയാളം ട്യൂട്ടോറിയൽസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് ക്ലാസ് 11 CBSEയുടെ ഫസ്റ്റ് ചാപ്റ്റർ കമ്പ്യൂട്ടർ സിസ്റ്റം ഓവർവ്യൂ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം ക്ലാസ് 11 CBSEയെ സംബന്ധിച്ച് ഇവിടെ പൈത്തൺ പ്രോഗ്രാമിംഗ് ആണ് വരുന്നത്. വളരെ ഈസിയാണ്, കമ്പാരറ്റീവ്ലി ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് പൈത്തൺ എന്ന് പറയുന്നത്. അപ്പോൾ പൈത്തൺ പഠിക്കാൻ വളരെ ഈസിയാണ്. മാത്രമല്ല ആദ്യത്തെ 1-2 ചാപ്റ്റേഴ്സിൽ നമ്മൾ കോമൺ ആയിട്ട് എങ്ങനെയാണ് കമ്പ്യൂട്ടർ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്, കമ്പ്യൂട്ടറിൻ്റെ ഓർഗനൈസേഷൻ എങ്ങനെയാണ് ഒരു നമ്പർ സിസ്റ്റംസ് വരുന്നത്, അങ്ങനെയുള്ള കുറച്ച് കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് ആദ്യത്തെ 1-2 ചാപ്റ്റേഴ്സിൽ നമ്മൾ പഠിക്കുന്നത്. അതിനുശേഷമായിരിക്കും പൈത്തൺ പ്രോഗ്രാമിലേക്ക് വരുന്നത്. അപ്പോൾ നമുക്കറിയാം ക്ലാസ് 11 CBSE സ്റ്റുഡൻസിന് ബോർഡ് എക്സാം വരുന്നില്ല, നിങ്ങൾക്ക് സ്കൂൾ ലെവലിലുള്ള നടത്തുന്ന എക്സാംസ് മാത്രമേ വരുന്നുള്ളൂ. എന്നിരുന്നാൽ കൂടി +1 കമ്പ്യൂട്ടർ സയൻസ് വളരെ ബേസിക്സ് എല്ലാം നിങ്ങൾ വളരെ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. കാരണം +1 നമ്മൾ പഠിക്കുന്നതിൻ്റെ കണ്ടിന്യൂഷൻ ആണ് നമുക്ക് +2 വരുന്നത്. അപ്പോൾ വളരെ ഈസി ആയിട്ട് നിങ്ങൾ +1 പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ബേസ് എല്ലാം ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ +2 നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. മാത്രമല്ല +1 സ്കൂൾ ലെവൽ എക്സാംസിലെല്ലാം നിങ്ങൾക്ക് ഒരു ഫുൾ മാർക്ക് ഈ രീതിയിൽ തന്നെ നമ്മൾ പഠിപ്പിക്കുന്ന രീതിയിൽ പഠിച്ചാൽ നിങ്ങൾക്ക് വാങ്ങാനായിട്ട് സാധിക്കും. ഫസ്റ്റ് ചാപ്റ്റർ ആണ് ഇൻട്രൊഡക്ഷൻ ടു കമ്പ്യൂട്ടർ സിസ്റ്റം. അപ്പോൾ കമ്പ്യൂട്ടേഴ്സ് നമ്മൾ ഇന്ന് എല്ലാ മേഖലകളിലും യൂസ് ചെയ്യുന്നുണ്ട്. സോ കമ്പ്യൂട്ടേഴ്സ് ഇല്ലാത്തൊരു സ്ഥലത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടേഴ്സ് ഇല്ലാത്തൊരു കാലഘട്ടത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ കൂടി കഴിയത്തില്ല. സോ വാട്ട് ഈസ് എ കമ്പ്യൂട്ടർ സിസ്റ്റം? എന്താണ് ഒരു കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്? എ കമ്പ്യൂട്ടർ ഈസ് an electronic device that can be programmed to accept data or input, process it and generate result. അതായത് കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ആണ്. നമുക്ക് ഇൻപുട്ട് ആക്സസ് ചെയ്യാം, അത് പ്രോസസ്സ് ചെയ്യാം, അതിനുശേഷം ഒരു ഔട്ട്പുട്ട് റിസൾട്ട് ജനറേറ്റ് ചെയ്യുന്ന ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ആണ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. ഒരു ബേസിക് ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ സിസ്റ്റമാണ് ഈ ഒരു പിക്ചറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. വി ക്യാൻ ഡിവൈഡ് ദ കമ്പ്യൂട്ടർ സിസ്റ്റം മെയിൻലി ഇൻ ടു 2 പാർട്സ്. പ്രധാനമായിട്ട് നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഏതൊക്കെയാണ്? ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ. സോ വാട്ട് ഈസ് എ ഹാർഡ്വെയർ? Hardware refers to all the physical components of a computer system that we can see and touch. നമുക്ക് കാണാൻ കഴിയുന്ന, ടച്ച് ചെയ്യാൻ കഴിയുന്ന ഫിസിക്കൽ കമ്പോണൻസിനെയാണ് ഹാർഡ്വെയർ എന്ന് പറയുന്നത്. സോ ഈ ഒരു പിക്ചറിൽ നോക്കിക്കഴിഞ്ഞാൽ CPU, മോണിറ്റർ, ഇതെല്ലാം ഹാർഡ്വെയർ പാർട്ടാണ്. അതുപോലെ തന്നെ വാട്ട് ഈസ് എ സോഫ്റ്റ്വെയർ? Software comprises a set of instructions or programs that direct the hardware to perform specific tasks. അതായത് ഒരു സ്പെസിഫിക് ടാസ്ക് പെർഫോം ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ നൽകുന്ന സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസിനെ, പ്രോഗ്രാംസിനെയാണ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഇൻടാൻജിബിൾ ആൻഡ് കനോട്ട് ബി ടച്ച്ഡ്. ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് ചെറിയൊരു എക്സാമ്പിൾ നിങ്ങൾ ഓർക്കുക. നമ്മുടെ ഹ്യൂമൻ ബോഡി എടുത്തു കഴിഞ്ഞാൽ വി ക്യാൻ ടച്ച് അവർ ഹാൻഡ്സ്, ഫേസ്. അപ്പോൾ നമുക്കിതെല്ലാം ടച്ച് ചെയ്യാൻ കഴിയുന്ന പാർട്സ് ആണ്. സോ ഇതിനെ ഹാർഡ്വെയർ ആയിട്ട് എടുക്കാം. അതുപോലെ നമ്മുടെ മനസ്സ്, നമ്മുടെ മൈൻഡ് എന്ന് പറയുന്നത് നമുക്ക് ടച്ച് ചെയ്യാൻ കഴിയുന്ന ഒന്നാണോ? അല്ലേ, അതിനെ നമുക്ക് സോഫ്റ്റ്വെയർ ആയിട്ട് എടുക്കാം. അപ്പോൾ ഇത്രയും സിമ്പിളാണ് കമ്പ്യൂട്ടറിനെ സംബന്ധിച്ച് ഹാർഡ്വെയർ എന്ന് പറയുന്നത് ഫിസിക്കൽ കമ്പോണൻസിനാണ് പറയുന്നത്. അതുപോലെ സോഫ്റ്റ്വെയർ മീൻസ് സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ്, ഒരു സ്പെസിഫിക് ടാസ്ക് പെർഫോം ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻസ്. അതായത് ഇപ്പോൾ 2 നമ്പേഴ്സ് നമുക്ക് ആഡ് ചെയ്യണം, അതൊരു ടാസ്ക് അല്ലേ? ആ ടാസ്ക് പെർഫോം ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ നൽകുന്ന ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്, അതായത് ആ പ്രോഗ്രാമിനെയാണ് നിങ്ങൾ എന്ത് പറയുന്നത്? സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. സോ ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അടുത്തത് കമ്പോണൻസ് ഓഫ് എ കമ്പ്യൂട്ടർ സിസ്റ്റം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ കമ്പോണൻസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ മെയിൻ കമ്പോണൻ്റ് ആണ് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് അഥവാ CPU. ദെൻ ഇൻപുട്ട് ഡിവൈസ്, ഔട്ട്പുട്ട് ഡിവൈസ്. CPU തന്നെ എന്തെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്? പ്രൈമറി മെമ്മറി, കൺട്രോൾ യൂണിറ്റ്, അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ് ALU ആൻഡ് സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസസ്. ഇതെല്ലാമാണ് ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ മെയിൻ കമ്പോണൻസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് CPU, Central Processing Unit. CPU stands for Central Processing Unit. It is the electronic circuitry of a computer that perform actual processing. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ബോഡിയിൽ നമ്മുടെ ബ്രെയിൻ ആണ് ആക്ച്വൽ പ്രോസസ്സിംഗ് നടത്തുന്നത്. അതുപോലെ തന്നെ കമ്പ്യൂട്ടറിൻ്റെ ബ്രെയിൻ ആണ് നമ്മുടെ CPU എന്ന് പറയുന്നത്. സോ ഒരു ഇലക്ട്രോണിക് സർക്യൂട്ടറിയാണ് കമ്പ്യൂട്ടറിൻ്റെ, അതാണ് ഒരു ആക്ച്വൽ പ്രോസസ്സിംഗ് നടത്തുന്നത്. ഓഫൻ ഇറ്റ് ഈസ് കോൾഡ് ആസ് ബ്രെയിൻ ഓഫ് ദി കമ്പ്യൂട്ടർ. ക്ലിയർ ആയല്ലോ എന്താണ് CPU എന്ന് പറയുന്നത്? സോ ഓൾസോ ഇറ്റ് ഈസ് നോൺ ആസ് പ്രോസസ്സർ ഓർ മൈക്രോ പ്രോസസ്സർ. CPUവിനെ നമ്മൾ പ്രോസസ്സർ അല്ലെങ്കിൽ മൈക്രോ പ്രോസസ്സർ എന്നുകൂടി വിളിക്കാറുണ്ട്. അടുത്തതായി CPUവിൻ്റെ ഫിസിക്കൽ സ്ട്രക്ചർ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ CPU എന്ന് പറയുന്ന ഒരു ഒരു പാരഗ്രാഫായിട്ടാണ് NCERT ടെക്സ്റ്റ് ബുക്കിൽ കാണുന്നത്. സോ പാരഗ്രാഫിന് നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമായിട്ട് ചെറിയ പോയിന്റ്സ് ആയിട്ടാണ് നമ്മൾ ഈ PPTയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇനി CPUവിൻ്റെ ഫിസിക്കൽ സ്ട്രക്ചർ നമുക്ക് പഠിക്കാം. CPU is built using integrated circuit അഥവാ ICS. ഇൻറ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ CPU ബിൽഡ് ചെയ്തിരിക്കുന്നത്. ദെൻ ICS ആർ മെയ്ഡ് ഫ്രം സെമി കണ്ടക്ടർ മെറ്റീരിയൽ. ഇൻറ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് മെയ്ഡ് ചെയ്തിരിക്കുന്നത് സെമി കണ്ടക്ടർ മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടാണ്. ദ എൻറ്റയർ CPU may be placed on one or more microchips.
അപ്പോൾ ഈ CPU എങ്ങനെ ബിൽഡ് ചെയ്തിരിക്കുന്നത്? ഒന്നോ അതിലധികമോ മൈക്രോ ചിപ്സ് പ്ലേസ് ചെയ്തിട്ടാണ് എൻ്റെ CPU ബിൽഡ് ചെയ്തിരിക്കുന്നത്. സോ ഇതാണ് CPUവിൻ്റെ ഒരു ഫിസിക്കൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് നമ്മുടെ CPU വർക്ക് ചെയ്യുന്നത്? ഹൗ ദ CPU വർക്ക്സ്. CPU റിസീവ്സ് ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ഡാറ്റ ഫ്രം പ്രോഗ്രാംസ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതുപോലെ തന്നെ നമ്മൾ നൽകുന്ന ഇൻസ്ട്രക്ഷൻസും ഡാറ്റാസ് എല്ലാം CPU റിസീവ് ചെയ്യുന്നു. അതിനുശേഷം ഇറ്റ് ഫെച്ചസ് ദ ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ഡാറ്റ ഫ്രം ദ മെമ്മറി. മെമ്മറിയിലേക്കാണ് നമ്മൾ നൽകുന്ന ഇൻസ്ട്രക്ഷൻസും ഡാറ്റാസ് പോകുന്നത്. അതിനുശേഷം അതിൽ നിന്ന് അത് ഫെച്ച് ചെയ്യുന്നു, ആ ഇൻസ്ട്രക്ഷൻസിനെ ഫെച്ച് ചെയ്യുന്നു. പെർഫോംസ് അരിത്തമെറ്റിക് ആൻഡ് ലോജിക് ഓപ്പറേഷൻസ്, പിന്നീട് അരിത്തമെറ്റിക് ആൻഡ് ലോജിക് ഓപ്പറേഷൻസ് ചെയ്യുന്നു. ദെൻ സ്റ്റോർസ് ദ റിസൾട്ട് ബാക്ക് ടു ദ മെമ്മറി. അതിനുശേഷം നമ്മുടെ റിസൾട്ട് മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മുടെ ബ്രെയിനിൻ്റെ ഒരു ആക്ഷനുമായിട്ട് നമുക്ക് പഠിക്കാം. അതായത് ഇപ്പോൾ നിങ്ങളൊരു ബുക്ക് പഠിക്കുകയാണ്, ഫസ്റ്റ് നിങ്ങൾ റീഡ് ചെയ്യുമ്പോൾ ആ ഇൻസ്ട്രക്ഷൻസും ഡാറ്റാസ് നിങ്ങൾ വായിക്കുന്നു, മനസ്സിലാക്കുന്നു അല്ലേ? അതിനുശേഷം അതിൽ എന്തെല്ലാം ഓപ്പറേഷൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഒരു അഡീഷൻ പ്രോസസ്സ് നിങ്ങൾക്ക് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ബ്രെയിൻ ഉപയോഗിച്ച് ആ അഡീഷനും മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യുന്നു. ആ പ്രോഗ്രാം എങ്ങനെയാണ് അല്ലെങ്കിൽ അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നിങ്ങൾ ചെയ്ത് പഠിക്കുന്നു. ചെയ്ത് പഠിച്ച കാര്യം നിങ്ങൾ തിരിച്ച് എന്ത് ചെയ്യുന്നു? നിങ്ങളുടെ മെമ്മറിയിലേക്ക് ഓർത്ത് വെക്കുന്നു, സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ഈ ഒരു പ്രോസസ്സുമായിട്ട് CPUവിനെ നിങ്ങൾ കമ്പയർ ചെയ്ത് പഠിക്കാം. അതായത് ഇൻസ്ട്രക്ഷൻസും ഡാറ്റാസും സ്വീകരിക്കുന്നു, റിസീവ് ചെയ്യുന്നു. അതിനുശേഷം ആ ഡാറ്റാസ് അനുസരിച്ചിട്ടുള്ള പ്രോഗ്രാംസും ഓപ്പറേഷൻസ് ഒക്കെ ചെയ്ത ശേഷം തിരിച്ച് റിസൾട്ട്സ് നമ്മുടെ മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. ഇങ്ങനെയാണ് നമ്മുടെ CPU വർക്ക് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇതാണ് നമ്മുടെ CPU എന്ന് പറയുന്നത്. സോ മെമ്മറിയിൽ നിന്ന് നമ്മുടെ സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസസിൽ നിന്ന് ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ഡാറ്റ അവിടെ സ്വീകരിക്കുന്നു. അതിനുശേഷം അവിടെ അരിത്തമെറ്റിക് ആൻഡ് ലോജിക് ഓപ്പറേഷൻസ് നൽകുന്നു. തിരിച്ച് വീണ്ടും മെമ്മറിയിൽ തന്നെ അത് അവിടെ സ്റ്റോർ ചെയ്യുന്നു. അടുത്തത് രജിസ്റ്റേഴ്സ് ആണ്. CPUവിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ഒരു പാർട്ടാണ് രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. രജിസ്റ്റേഴ്സ് ആർ സ്മോൾ ഫാസ്റ്റ് മെമ്മറി യൂണിറ്റ്സ് ഇൻസൈഡ് CPUവിൻ്റെ അകത്തുള്ള വളരെ ചെറുതായിട്ടുള്ള ഫാസ്റ്റ് മെമ്മറി യൂണിറ്റ്സിനെയാണ് നമ്മൾ രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. രജിസ്റ്റേഴ്സ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? അതായത് ഇൻസ്ട്രക്ഷൻസ്, അതുപോലെ ഡാറ്റാസ്, ഇൻ്റർമീഡിയറ്റ് റിസൾട്ട്സ് ഇതെല്ലാം സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് രജിസ്റ്റേഴ്സ് സ്റ്റോർ ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം, ഒരു മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് നടക്കുമ്പോൾ അതിൽ ഒത്തിരി ഇൻ്റർമീഡിയറ്റ് ഓപ്പറേഷൻസ് റിസൾട്ട്സ് വരും. ഈ റിസൾട്ട് എല്ലാം ഒരു താൽക്കാലം സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് രജിസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ഇൻ സൈസ് ആൻഡ് നമ്പർ, രജിസ്റ്റേഴ്സിൻ്റെ സൈസും നമ്പറും എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി വളരെ കുറവായിരിക്കും. Next topic is components of CPU. The main components of CPU are: first one is arithmetic logic unit or ALU, second one is control unit or CU. Arithmetic logic unit performs all mathematical and logical operations. എല്ലാ മാത്തമാറ്റിക്കൽ അതുപോലെ തന്നെ ലോജിക്കൽ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നത് നമ്മുടെ ALU ആണ്. അടുത്തത് കൺട്രോൾ യൂണിറ്റ്. ദ നെയിം സേസ് കൺട്രോൾസ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷൻ. ആ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷനെ കൺട്രോൾ ചെയ്യുന്നത് കൺട്രോൾ യൂണിറ്റ് ആണ്. ഇൻ്റർപ്രറ്റ്സ് ഇൻസ്ട്രക്ഷൻസ് ഏതൊക്കെയാണ്, എങ്ങനെയാണ് അത് പെർഫോം ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം നിശ്ചയിക്കുന്നത് കൺട്രോൾ യൂണിറ്റ് ആണ്. ഇറ്റ് മാനേജസ് ഡാറ്റ ഫ്ലോ ബിറ്റ്വീൻ മെമ്മറി, ALU ആൻഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ്. ഇപ്പോൾ ഇവിടെ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, നമ്മുടെ മെമ്മറിയിൽ നിന്ന് ആദ്യം ഇൻസ്ട്രക്ഷൻസ് ഫെച്ച് ചെയ്യുന്നു. അതിനുശേഷം ആ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് ALUയുടെ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നു. വീണ്ടും ആ റിസൾട്ട് നമ്മുടെ മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. ഇങ്ങനെയുള്ള ഈ ഡാറ്റ ഫ്ലോസിന് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, ആരോ മാർക്ക് ഇടുന്നുണ്ടല്ലേ. അതായത് ഇവിടെ നിന്ന് ഇവിടേക്ക് എടുക്കുന്നു, തിരിച്ച് അവിടേക്ക് സ്റ്റോർ ചെയ്യുന്നു. അങ്ങനെയുള്ള ഡാറ്റ ഫ്ലോസിനെ കൺട്രോൾ ചെയ്യുന്നത് കൺട്രോൾ യൂണിറ്റ് ആണ്. ഇൻപുട്ട് ഡിവൈസസ്, ഹാർഡ്വെയർ കമ്പോണൻസ് ദാറ്റ് അലൗ യൂസേഴ്സ് ടു സെൻഡ് കൺട്രോൾ സിഗ്നൽസ് ആൻഡ് ഡാറ്റ ടു എ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിലേക്ക് കൺട്രോൾ സിഗ്നൽസും ഡാറ്റാസും നൽകുന്നതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഹാർഡ്വെയർ കമ്പോണൻസിനെയാണ് നമ്മൾ ഇൻപുട്ട് ഡിവൈസസ് എന്ന് പറയുന്നത്. ഇറ്റ് കൺവേർട്സ് യൂസർ ഇൻപുട്ട് ഇൻ ടു ഡിജിറ്റൽ ഫോം അണ്ടർസ്റ്റാൻഡബിൾ ബൈ ദ കമ്പ്യൂട്ടർ സിസ്റ്റം. സോ കമ്പ്യൂട്ടറിന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലേക്ക് ആ യൂസർ ഇൻപുട്ടിനെ ഡിജിറ്റൽ ഫോമിലേക്ക് മാറ്റുന്ന അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്യുന്ന ഡിവൈസസ് ആണ് ഇൻപുട്ട് ഡിവൈസസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ കീബോർഡ്, മൗസ്, സ്കാനർ, ടച്ച് സ്ക്രീൻ ഇതെല്ലാമാണ് നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് ഇൻപുട്ട് നൽകുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അതുപോലെ ബ്രെയിലി കീബോർഡ്സ് എന്ന് പറയുന്നത് വിഷ്വൽ ഇംപെയർഡ് ആയിട്ടുള്ള യൂസേഴ്സിന് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. ഇന്ന് നമുക്കറിയാം വോയിസ് റെക്കഗ്നിഷൻ ടെക്നോളജി യൂസ് ചെയ്ത്, അതായത് ഇപ്പം ഗൂഗിൾ വോയിസ് സെർച്ച് ഉപയോഗിച്ച് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കമ്പ്യൂട്ടറിലേക്ക് ഇൻപുട്ട് നൽകാവുന്നതാണ്. സ്റ്റോറേജ് പ്രോസസ്സ് ഇവിടെ നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഹിയർ ഇൻപുട്ട് ഡാറ്റ ഈസ് ടെമ്പററിലി സ്റ്റോർഡ് ഇൻ ദ കമ്പ്യൂട്ടേഴ്സ് മെയിൻ മെമ്മറി. അതായത് നമ്മൾ നൽകുന്ന ഇൻപുട്ട് ഡാറ്റ ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത് റാൻഡം ആക്സസ് മെമ്മറിയിലേക്കാണ്. അതുപോലെ ഫോർ പെർമനൻറ്റ് സ്റ്റോറേജ് നമ്മൾ യൂസ് ചെയ്യുന്നത് സെക്കൻഡറി മെമ്മറിയാണ്. അതായത് ഹാർഡ് ഡ്രൈവ്സിനെയാണ് നമ്മൾ പെർമനൻറ്റ് സ്റ്റോറേജിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. Next is output devices, hardware components that receives data from a computer system and convert it into a human understandable form such as visual, auditory or physical output. അതായത് കമ്പ്യൂട്ടറിൽ നിന്ന് ഡാറ്റാസിനെ
ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡബിൾ ഫോം ആയിട്ടുള്ള വിഷ്വൽ ഓഡിറ്ററി അങ്ങനെ നമുക്ക് മനസ്സിലാകുന്ന രീതിയിലേക്ക് ഡാറ്റാസിനെ കൺവേർട്ട് ചെയ്യുന്നതിന് വേണ്ടി വി ക്യാൻ യൂസ് ഹാർഡ്വെയർ കമ്പോണൻസ്. അങ്ങനെയുള്ള ഹാർഡ്വെയർ കമ്പോണൻസിനെയാണ് നമ്മൾ ഔട്ട്പുട്ട് ഡിവൈസസ് എന്ന് പറയുന്നത്. സോ നമുക്കറിയാം മോണിറ്റേഴ്സ്, സ്പീക്കർ, പ്രിൻ്റർ, 3D പ്രിൻറ്റേഴ്സ് ഇതെല്ലാമാണ് ഔട്ട്പുട്ട് ഡിവൈസസിൻ്റെ സെക്ഷനിൽ വരുന്നത്. അപ്പോൾ ഇവിടെയും നമുക്കറിയാം ബ്രെയിലി ഡിസ്പ്ലേ മോണിറ്റേഴ്സ് അവൈലബിൾ ആണ്. അതായത് വിഷ്വലി ഇമ്പയർഡ് ആയിട്ടുള്ള യൂസേഴ്സിന് ടെക്സ്റ്റൽ ഔട്ട്പുട്ട് റീഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. പ്രിൻറ്റേഴ്സ് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത് ഇൻജെക്ട് പ്രിൻറ്റേഴ്സ്, ലേസർ ജെറ്റ് പ്രിൻറ്റേഴ്സ്, അതുപോലെ ഡോട്ട് മെട്രിക്സ് പ്രിൻറ്റേഴ്സ് ഇങ്ങനെയുള്ള പ്രിൻറ്റേഴ്സാണ് കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. 3D പ്രിൻറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. ക്ലാസ് 11 CBSE കുറിച്ചുള്ള കുറച്ച് കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്കറിയാം ക്ലാസ് 11ലും 12ലും നമ്മൾ ഫോളോ ചെയ്യുന്നത് കമ്പ്യൂട്ടർ സയൻസിൻ്റെ NCERT സിലബസ് ആണ്. അപ്പോൾ ക്ലാസ് 11ൽ നിങ്ങൾ ഭൂരിഭാഗം സ്കൂളുകളിലും യൂസ് ചെയ്യുന്നത് ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് ആയിരിക്കും. അതുപോലെ കമ്പ്യൂട്ടർ സയൻസ് വിത്ത് പൈത്തൺ സുമിത് ആറോറയുടെ ഈ ഒരു ടെക്സ്റ്റ് ബുക്കും അതുപോലെ ഈ ഒരു ടെക്സ്റ്റ് ബുക്കും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏത് ടെക്സ്റ്റ് ബുക്ക് ആയാലും നമ്മൾ ഫോളോ ചെയ്യുന്നത് സെയിം സിലബസ് ആണ്, NCERTയുടെ സിലബസ് ആണ്. കണ്ടന്റും സെയിം ആണ്, പക്ഷേ ചില ഡെഫിനേഷൻസിലോ അല്ലെങ്കിൽ ആ ഓർഡറിലോ അങ്ങനെയുള്ള കാര്യങ്ങളിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. ബിനൂസ് മലയാളം ട്യൂട്ടോറിയൽസിൽ നമ്മൾ +1, +2 CBSEയുടെ ഓൺലൈൻ ക്ലാസ്സുകൾ, ഓൺലൈൻ ട്യൂഷൻ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ വരുന്നത് മന്ത്ലി 8 ക്ലാസ്സുകളായിരിക്കും വരുന്നത്. ഓരോ ചാപ്റ്റേഴ്സ് കഴിയുമ്പോഴും നമുക്കൊരു അസസ്മെൻറ്റ് ടെസ്റ്റ് നടത്തുന്നുണ്ട്. ഈ അസസ്മെൻറ്റ് റിട്ടേൺ ടെസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കൂൾ ലെവൽ എക്സാംസിന് നമുക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്കറിയാം +1ൽ നിങ്ങൾക്ക് ബോർഡ് എക്സാം വരുന്നില്ല. എന്നിരുന്നാൽ കൂടി +1 നല്ലൊരു ഫൗണ്ടേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് +2ൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ കഴിയൂ. +1 നിങ്ങൾ നന്നായിട്ട് പഠിച്ചു പോകുക, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാത്രമല്ല നമ്മുടെ ഓൺലൈൻ ട്യൂഷനിൽ നമ്മൾ കമ്പ്യൂട്ടർ സയൻസിൻ്റെ പൈത്തൺ പ്രോഗ്രാമിങ്ങും നിങ്ങൾക്ക് പഠിക്കാനുള്ള പ്രാക്ടിക്കൽസ് കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു PPT കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അതായത് ആ ഒരു എൻറ്റയർ പാരഗ്രാഫിന് വളരെ നിങ്ങൾക്ക് ഈസിയായി നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ പോയിന്റ്സ് ആയിട്ടാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സോ ഓരോ ചാപ്റ്റേഴ്സ് കഴിയുന്നതോറും അതിൻ്റെ PDF നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ആ നോട്ട്സ് മാത്രം നോക്കി നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം നമ്മുടെ ഓൺലൈൻ ക്ലാസ്സുകൾ ചേരാൻ താല്പര്യമുള്ള സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക്